മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത ഏകദേശം ഒരു മാസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഭഗവത്ഗീതയിലെ വരികള് സന്ദേശം അർത്ഥം സഹിതം ജനം TV-യിൽ റെക്കോർഡ് ചെയ്യാറുള്ളത് ഈ മാസത്തേത് നടന്നത് ഇന്നലെയാണ്, ഒക്ടോബർ 27-ാം തീയതി. ഇതിൽ ഞാൻ ഇന്നലെ വളരെയധികം ഹൃദയസ്പർശിയായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചത് നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താതഗച്ഛതി. ഭഗവത്ഗീതയിലെ ഉജ്ജ്വലമായിട്ടുള്ളൊരു സന്ദേശമാണ്. ന ഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം ഹി താതാ ഗച്ഛതി. നന്മ നിറഞ്ഞ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികള്, സത്യം ധർമ്മം നീതി ന്യായത്തിലൂടെ പോകുന്ന വ്യക്തികള്, നന്മ ചെയ്യുന്ന നന്മം ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവുമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല. ഒരിക്കലും ജീവിതത്തില് സ്ഥിരമായിട്ടുള്ള പ്രശ്നങ്ങളും വേദനകളും ഉണ്ടാവില്ല. എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ തീർച്ചയായിട്ടും ദുഃഖവും വേദനയുമുണ്ട്. ജീവിതകാലം മുഴുവനും കാടിവെള്ളവും പിണ്ണാക്കും പുല്ലുമെല്ലാം തിന്ന് മനുഷ്യന് തിരിച്ച് പാലും തൈരും വെണ്ണയും നെയ്യും കൊടുക്കുന്ന ആ പശുവിനെയും കഴുത്തറത്ത് കൊല്ലുന്ന കാഴ്ച ഏഷ്യാനെറ്റ് TV-യിൽ അടുത്ത കാലത്ത് കാണുകയുണ്ടായി. ഇന്നലെ രാവിലെ അറവുശാലയിലേക്ക് മൂക്ക് കയർ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു പശുവിനെ കണ്ടു. അത് ഒരു തരത്തിൽ മുമ്പോട്ട് പോണില്ല, അടിച്ച് മൂക്ക് കയറുന്ന ചോര വരുന്നുണ്ട്. അതിനെ അറവുശാലയിലേക്ക് കൊണ്ടുപോകാൻ അയാൾ വലിക്കുമ്പോൾ അതിൻ്റെ വേദന, ജീവിതം മുഴുവനും മറ്റുള്ളവന് വേണ്ടി നന്മ ചെയ്ത ഒരു പശുവാണ്. ഒരു പക്ഷേ അതിൻ്റെ ജീവിത ശരീരം പോലും മനുഷ്യന് തിന്നാൻ കൊടുത്തിട്ട് അത് പോകുന്നു. എങ്കിലും മനുഷ്യനിലേക്ക് ഇത് പകർത്തുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാവർക്കും ദുഃഖമുണ്ടെങ്കിലും നന്മകൾ നിരന്തരം ചെയ്യുന്ന വ്യക്തിക്ക് ഒരിക്കലും സ്ഥിരവും ശാശ്വതവുമായിട്ടുള്ള ദുഃഖം ഉണ്ടാവില്ല. ദുഃഖങ്ങൾ വരും, ദുഃഖങ്ങൾ പോകും. ഹാപ്പിനെസ് ഈസ് ദ ഇന്റർവെൽ ബിറ്റ്വീൻ ടു സോറോസ് എന്ന് സായിബാബ പറഞ്ഞിട്ടുണ്ട്. രണ്ട് ദുഃഖങ്ങൾക്കിടയ്ക്കുള്ള ഇന്റർവെല്ല് മാത്രമാണ് സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ നന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് ദുഃഖത്തിന്റെ ഡ്യൂറേഷൻ കുറയും, അല്ലെങ്കിൽ ദുഃഖം സഹിക്കാനുള്ള ശക്തി കൂടും. സന്തോഷത്തിന്റെ ഡ്യൂറേഷൻ കൂടും. ആ സന്തോഷം വരുമ്പോൾ പ്ലസന്റായിട്ടിരിക്കാനുള്ള ശക്തി കൂടും. അങ്ങനെയുള്ള ഒരു യജ്ഞത്തിൽ നമ്മൾ പങ്കെടുക്കുന്നു എന്ന് വിചാരിക്കുക. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, സർട്ടിഫിക്കറ്റോ ബൊക്കയോ പൊന്നാടയോ പ്രതീക്ഷിക്കാതെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കാം. അതിൻ്റെ സന്തോഷം ഒന്ന് വേറെയാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറയുകയുണ്ടായി, ഒരു ചാനലില് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സിനിമാ നടൻ ഇന്നസെന്റ് ആജീവന ജീവിതകാലത്തില് ഈ കൊമേഡിയന്റെ റോള് അഭിനയിച്ച് സിനിമയിലേക്ക് കൊടുത്ത ആജീവനാന്ത കോൺട്രിബ്യൂഷൻ, ലൈഫ് കോൺട്രിബ്യൂഷനെ വെച്ചിട്ട് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് തുകകളെല്ലാം അദ്ദേഹം എങ്ങനെയാണ് വിനിയോഗിച്ചതെന്ന് പറയുകയുണ്ടായി. ഏതാണ്ട് 2.7 കോടി രൂപ 6-7 ആശുപത്രികളിലേക്ക് മാമോഗ്രാം വാങ്ങിക്കാൻ കൊടുത്തതും, ആ മാമോഗ്രാമിലൂടെ ടെസ്റ്റ് നടത്തിയിട്ട് ഈ സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസർ അതിന് ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഈ കൊടുക്കുന്ന സമയത്ത് ലഭിക്കുന്ന ആനന്ദം വാങ്ങിക്കുന്നവർക്കുള്ള ആനന്ദത്തെക്കാൾ കൂടുതലാണ് എന്ന അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തില് ഇന്നസെന്റ് പറഞ്ഞപ്പോ സത്യമാണെന്ന് തോന്നി. നന്മ ചെയ്യുന്ന വ്യക്തി നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താതഗച്ഛതി. ഇപ്പോഴും ചിരിക്കാൻ സാധിക്കുന്നുണ്ട്. ക്യാൻസർ ആണെന്നറിഞ്ഞിട്ടും, ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞിട്ടും ചികിത്സിച്ചു, ഭേദമായി, ഇനിയും തിരിച്ചു വരുന്നുണ്ടോ എന്ന് സംശയിച്ചിട്ടുമെല്ലാം നന്മകൾ ചെയ്തുകൊണ്ടേ പോകുമ്പോൾ സ്റ്റേജിൽ കയറി തമാശ പറയാനും ചിരിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ സാധിക്കാം. ഇന്നലെ രാവിലെ ഞാൻ നിങ്ങളുടെ അടുത്ത്
RCCയിലെ ഡോക്ടർ രാജീവുമായിട്ട് ചേർന്ന് RCCയിലെ വളരെ പാവപ്പെട്ട രോഗികൾക്ക് പൈസ കൊടുക്കുന്നു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് സഹായം കൊടുക്കുന്നു എന്ന് പറഞ്ഞതനുസരിച്ച് ഇന്നലെ ഒരാൾക്ക് 4000 രൂപ കൊടുത്തു. ഇന്നൊരാൾക്ക് 5100 രൂപ കൊടുക്കണം. വർഷത്തിൽ ഒരിക്കലെടുക്കേണ്ട ഇഞ്ചക്ഷന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇന്നലെ ചാലക്കുടിക്കാരൻ ഇവിടെ വന്ന് വളരെ പാവപ്പെട്ടവനാണ്, ജീവിക്കാനുള്ള കൊതി. ശരിക്കും ക്യാൻസർ വന്നിരിക്കുന്ന രോഗി വളരെ ചെറുപ്പക്കാരനുമാണ്, ജീവിതാന്ത്യത്തിലേക്ക് എത്തിയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. ആ വ്യക്തിക്ക് 4000 രൂപ നമ്മൾ കൊടുത്ത ഓട്ടോറിക്ഷ ചാർജും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ മുഖത്ത് കണ്ട ഒരു സംതൃപ്തി, അപ്രതീക്ഷിതമായിട്ട് അടുത്ത ഇഞ്ചക്ഷൻ എടുക്കാനുള്ള പൈസ കിട്ടിയപ്പോൾ ആ സംതൃപ്തി കാണാൻ സാധിച്ചു. അത് ഞാൻ ആ ജനം TV-യിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാനത് പറയുകയും ചെയ്തു. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താതകച്ചതി. അല്ലയോ അർജുന, നന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് ദുർഗതി ഉണ്ടാവില്ല, നന്മയേ വരുള്ളൂ. താൽക്കാലികമായിട്ടുള്ള ചില ക്ഷണികങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളും അതിതെല്ലാം ഉണ്ടെങ്കിലും സ്ഥിരമായിട്ട് നന്മയേ വരുള്ളൂ. മാത്രമല്ല, ഇന്നലെ തേഴ്സ്ഡേ മെസ്സേജ് എല്ലാ ആഴ്ചയിലും തേഴ്സ്ഡേ മെസ്സേജ് അയക്കാറുണ്ട്. കഴിഞ്ഞ 545 തേഴ്സ്ഡേകളായി. 6 വ്യാഴാഴ്ചയും കൂടി കഴിഞ്ഞാൽ അത് ഏതാണ്ട് 10 വർഷത്തിൽ കൂടുതലാവും നമ്മൾ ഈ തേഴ്സ്ഡേ മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ട്. എല്ലാ വ്യാഴാഴ്ചയും. അതിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വരിയുണ്ട്, ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളെ തളർത്തരുത്, തകർക്കരുത്. അതെല്ലാം നിങ്ങൾക്ക് സ്ട്രെങ്ത് തരാനുള്ള, നിങ്ങൾക്ക് ചൈതന്യവും ഊർജ്ജസ്വലതയും തരാനുള്ള പരീക്ഷണങ്ങളായിട്ട് എടുക്കണം. അതൊന്നും സ്ഥിരമായിട്ട് നിങ്ങളെ തകർത്തില്ല, അത് വരും, വന്നതുപോലെ പോകും, പിന്നെയും നിങ്ങൾ നോർമലാവും. അതാണ് തേഴ്സ്ഡേ മെസ്സേജിൽ ഇന്നലെ കൊടുത്തത്. ഇന്നലെ തന്നെ അതിഗംഭീരമായിട്ട് ജനം TV-യിൽ ഇതുകൂടി കൊടുത്തപ്പോൾ, പിന്നെ ഇന്നലെ ആ വ്യക്തിക്കൊരു സഹായവും കൊടുത്തപ്പോൾ ഈ ഇന്നസെന്റ് പറഞ്ഞ വരി ഭഗവത്ഗീതയിൽ വായിച്ചതും കൂടി ഓർമ്മിക്കാൻ സാധിച്ചു. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ കാരണം, നിങ്ങൾക്ക് സമ്പത്തുണ്ട്, നല്ല കുടുംബമുണ്ട്, ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ല, നാളത്തേക്ക് എന്ന് പറഞ്ഞ് സമ്പത്ത് മുഴുവനും സൂക്ഷിച്ചു വെക്കാതെ നിങ്ങൾ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ആഡംബരത്തിലൂടെ മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് ഒരു വലിയ ഭാഗം തീർച്ചയായിട്ടും വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും വേണ്ടി മാറ്റിവെക്കണം. നമ്മൾ സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ പ്രൊഫഷണൽ കോളേജുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും മറ്റൊക്കെയാണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ എത്ര ചുരുങ്ങിയ ഫീസ് കൊടുത്തിട്ടാണ് പഠിച്ചിരിക്കുന്നത്. അതൊക്കെ ഗവൺമെന്റിന്റെ പൈസ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മക്കളുമൊക്കെ കുറെ പഠിക്കുന്നത്. അപ്പോ അതിനൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഈ ജനങ്ങളോടാണ്. ആ ജനങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചത് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണമെങ്കിൽ അതിനുള്ള ഒരു വലിയ മനസ്സുണ്ടാവണം. അതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. നന്മ ചെയ്യുന്ന വ്യക്തിക്ക് ഫോർ എവറി ഗുഡ് ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ. താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്നുള്ള ഉജ്ജ്വലമായിട്ടുള്ള വരി ഇന്നലത്തെ ആ 3-4 സംഭവങ്ങളും കൂടി ചേർത്ത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. നിങ്ങൾ നന്മകൾ നന്മ ചെയ്യുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, ആരുടെ അടുത്ത് സർട്ടിഫിക്കറ്റോ പൊന്നാടയോ ഒന്നും പ്രതീക്ഷിക്കാതെ സാധിക്കുന്നത് ചെയ്യുക. നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിലും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവും. അർഹിക്കുന്നവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. പ്രണാമം, നമസ്കാരം.